അരവിന്ദ് ജാനകിയെ അടിക്കാനായി കൈ ഉയർത്തി. തൊട്ടുപോകരുത്. ജാനകിയുടെ ഉറച്ച ശബ്ദവും തറപ്പിച്ചുള്ള നോട്ടവും അരവിന്ദന്റെ കൈ താഴ്ത്തി. നിങ്ങളുടെ ആട്ടും തുപ്പും കൊണ്ട് ഒരു പട്ടിയെപ്പോലെ കിടക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയല്ല. ഇനി എന്റെ മേൽ കൈവച്ചാൽ സഹിക്കുന്ന ജാനകിയാകില്ല ഞാൻ. അമ്മയെയും മോനെയും തറപ്പിച്ചു നോക്കിയിട്ട് ജാനകി പുറത്തേക്ക് പോയി. ആ സമയത്താണ് അജു കയറി വന്നത് വീട്ടിലേക്ക്. അച്ഛന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അമ്മയെ കണ്ട് അവനൊന്ന് സംശയത്തിൽ നോക്കി. അജു ബാഗ് കൊണ്ട് ടേബിളിൽ വെച്ചിട്ട് കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. അച്ഛന്റെ മുറിയിലേക്ക് പോയി. ആ, നീ നേരത്തെ വന്നോ? അവനെ കണ്ടതും അരവിന്ദ് ചോദിച്ചു. മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി, അജു പറഞ്ഞു. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അച്ഛാ? അമ്മ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടു. അമ്മയോ? ഞാൻ പണ്ടേ പറഞ്ഞു അജു, അങ്ങനെ വിളിക്കരുത് എന്ന്. കേൾക്കില്ല കുട്ടി, മുത്തശ്ശി പറഞ്ഞു. അച്ഛമ്മയോട് ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ എൻ്റെ അച്ഛനോടാണ് ചോദിച്ചത്. പിന്നെ ആരെയൊക്കെ എന്തൊക്കെ വിളിക്കണം വിളിക്കേണ്ട എന്ന് അച്ഛമ്മ എന്നെ പഠിപ്പിക്കേണ്ട. കുറെ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന എനിക്കറിയാം അതൊക്കെ, അജു ഗൗരവത്തിൽ പറഞ്ഞു. അതോടെ അച്ഛമ്മ വാ അടച്ചു. ഞാൻ അവളുടെ മോളെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞു. അത് അവൾക്ക് പിടിച്ചില്ല, അരവിന്ദ് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. അതിന് അവളെ ഇപ്പോൾ കെട്ടിക്കേണ്ട ആവശ്യം? അവൾ കുഞ്ഞല്ലേ, അജു പറഞ്ഞു. കുഞ്ഞോ? വല്ലവന്റെയും കൂടെ പറഞ്ഞയച്ചു ഭാരം ഒഴിപ്പിക്കാൻ നോക്ക്. ആ പെണ്ണിന്റെ പോക്കൊന്നും ശരിയല്ല. വല്ല പേരുദോഷവും കേൾപ്പിച്ചു വെക്കും മുന്നേ. അച്ചമ്മയുടെ സംസാരം കേട്ടതും അജുവിന് നല്ല ദേഷ്യം വന്നു. ദേ അച്ചമ്മേ, നിങ്ങൾ ഇവിടെ വന്ന കാര്യം കഴിഞ്ഞു. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ഉള്ളവരെ തമ്മിൽ തല്ലിക്കാനാണോ? അച്ഛൻ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ചമ്മ തറവാട്ടിൽ പോകാൻ നോക്ക്. പിന്നെ അവൾ പേരുദോഷം കേൾപ്പിക്കില്ല, അജു ഉറപ്പോടെ പറഞ്ഞു. അജു, ആരോടാ നീ ഈ രീതിയിൽ സംസാരിക്കുന്നത്? നിന്റെ അച്ചമ്മയാണ്, അരവിന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു. ഒരച്ചമ്മയുടെ സംസാരവും മനസ്സിലിരിപ്പും ഇപ്പൊ കേട്ടല്ലോ, അത് മതി, അജു പുച്ഛത്തിൽ പറഞ്ഞ് ഇറങ്ങിപ്പോയി. അമ്മേ, അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട, അരവിന്ദ് അമ്മയെ സമാധാനപ്പെടുത്തി. ഏയ്, അതെന്റെ കുട്ടിയല്ലേ. അവളുടെയും മോളുടെയും ക്ലാസ് ആകും അവനെ ഇങ്ങനെ മാറ്റിയത്, അവർ വല്ലാത്ത ഒരു ഭാവത്തിൽ പറഞ്ഞു. രണ്ടുപേരും കൂടെ കല്ലൂനെ എങ്ങനെ പുറത്താക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു പിന്നെ ചർച്ച. അജു ജാനകിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ അവർ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെക്കുമായിരുന്നു. അമ്മ ഇതെങ്ങോട്ട് പോവുക? അജു ബെഡിലേക്ക് വന്നിരുന്ന് ചോദിച്ചു. ഞാൻ മാത്രമല്ല, കല്ലുവും പോവുക. ഇത്രയും നാളും ആ മനുഷ്യന്റെ ആട്ടും തുപ്പും കേട്ട് നിന്നു. ഇനി അത് വേണ്ട. അജു ഞെട്ടി. അമ്മയിൽ ഇതുവരെ കാണാത്ത ഭാവമായിരുന്നു അപ്പോൾ. അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അമ്മ എങ്ങോട്ട് പോവുകയാണെന്ന്? അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്ക്. അജു പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ജാനകി സംസാരിച്ചു തുടങ്ങി. നിർത്ത അജു, നീ അവളുടെ ഏട്ടന്റെ സ്ഥാനത്ത് തന്നെ അല്ലേ? എന്റെ കുഞ്ഞിനെ കുഞ്ഞുനാൾ മുതൽ ഇവിടെ അമ്മയും മോനും കൂടെ കഷ്ടപ്പെടുത്തുന്നത് നീയും കാണുന്നുണ്ട്. നിനക്ക് ഇത്രയും പ്രായമായി. അച്ഛനോട് അവൾക്ക് വേണ്ടി നേരിട്ട് എന്തെങ്കിലും പറഞ്ഞ് നീ എതിർത്തോ? ഞാൻ എതിർത്തപ്പോഴെല്ലാം ആ മനുഷ്യന്റെ കൈ എന്റെ കവളിൽ പതിഞ്ഞു. ഇപ്പോൾ എന്റെ കുഞ്ഞിനെ വല്ലവനും ഇറച്ചിക്ക് കൊടുക്കും പോലെ കൊടുക്കാനാണ് അമ്മയും മോനും കൂടെ ആസൂത്രണം ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. അവൾ എന്റെ മോളാ. 10 മാസം ഞാൻ ചുമന്നു പെറ്റ എന്റെ കുഞ്ഞു. അജു ഒന്നും മിണ്ടാനാകാതെ ഇരുന്നു. ശരിയാണ് അമ്മ പറഞ്ഞത്. തന്റെ മുന്നിൽ വെച്ച് അവളെ തല്ലിയിട്ട് പോലും താൻ ഒന്നും മിണ്ടാനാകാതെ നിന്നിട്ടുണ്ട്. അമ്മ ഇപ്പോൾ എങ്ങോട്ടാ? ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നത് കണ്ട് അജു വീണ്ടും ചോദിച്ചു. കോവിലകത്തേക്ക് പോവുക, അവളുടെ അച്ഛന്റെ വീട്ടിൽ. വർഷം ഇത്രയും അവർ എന്റെ മോളെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി അവൾ അവിടെ ജീവിക്കട്ടെ. മാധവേട്ടൻ മരിച്ചപ്പോൾ അവർ വന്നു വിളിച്ചു. അപ്പോൾ പോകാത്തത് എന്റെ തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചു. രാജകുമാരിയെപ്പോലെ കഴിയേണ്ട എന്റെ കുഞ്ഞ് ഇവിടെ ഒരു അടുക്കളക്കാരിയുടെ വില പോലുമില്ലാതെ. ഇനി മതി. ഇനിയും എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ മാധവേട്ടന്റെ ആത്മാവ് പോലും എന്നോട് ക്ഷമിക്കില്ല. ജാനകി അത്രയും പറഞ്ഞ് ബാഗെടുത്ത് പുറത്തേക്കിറങ്ങി. അജു അമ്മയെ തടയാനാകാതെ ഇരുന്നു. ജാനകി കല്ലുവിന്റെ മുറിയിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന അവളുടെ കുറച്ച് ഡ്രസ്സും ബുക്സും എല്ലാം ഒരു തുണ്ട് പേപ്പർ പോലും ബാക്കി വെക്കാതെ എല്ലാം പാക്ക് ചെയ്തു. ബ്രേക്ക് ടൈം ആയപ്പോൾ കല്ലു സൂര്യ പറഞ്ഞ പോലെ വാകച്ചോട്ടിൽ വന്ന് നിൽപ്പുണ്ട്. കുറച്ചു മാറി ആദിയും ദേവും ഉണ്ട്. കല്ലു ചുറ്റും നോക്കി നോക്കി നിൽപ്പാണ്. അവിടെ മുഴുവൻ ലവേഴ്സാണ് കൂടുതലും ഇരിക്കുന്നത്. ആ വാകയുടെ കുറച്ചു മാറി ഒരുപാട് ചെറിയ ചെറിയ ബെഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ അതൊക്കെ നോക്കി. താൻ കുറെ സമയമായോ വന്നിട്ട്? പെട്ടെന്ന് സൂര്യയുടെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഇല്ല ചേട്ടാ. എന്താ ചേട്ടന് സംസാരിക്കാനുള്ളത്? അവൾ വേഗം ചോദിച്ചു. സൂര്യ ചെറുചിരിയോടെ ഒരു ഡയറി മിൽക്ക് അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെയും കയ്യിലിരിക്കുന്ന ഡയറി മിൽക്കിലേക്കും നോക്കി. വാങ്ങടോ. കല്ലു അത് വാങ്ങി. ഇത് തരാനാണോ വരാൻ പറഞ്ഞത്? അവൾ സംശയത്തിൽ ചോദിച്ചു. എന്റെ കൊച്ചേ, നീ ഇങ്ങനെ ധൃതി കൂട്ടാതെ. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. താനത് ക്ഷമയോടെ കേൾക്കണം, അവൾ തലയനക്കി. അപ്പോഴാണ് സൂര്യ അവർ പറയുന്നത് ശ്രദ്ധിച്ചു നിൽക്കുന്ന ആദിയെയും ദേവുവിനെയും കണ്ടത്. സൂര്യ ഒരു ചിരിയോടെ കല്ലുവിന്റെ കയ്യിൽ പിടിച്ച് കുറച്ചു ദൂരേക്ക് മാറി നിന്നു. ചെടാ, ദേ കൊണ്ടുപോണു നമ്മുടെ കൊച്ചിനെ. അവനെ ഇങ്ങോട്ട് വിളിക്ക്.
ഡി, എന്റെ സംശയം ആ ചേട്ടൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്നാ. ദേവു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അങ്ങനെ വരുമോ? ഇത്രയും പെട്ടെന്നൊക്കെ പ്രണയം ഉണ്ടാകുമോ? ആദി സംശയത്തിൽ ചോദിച്ചു. അത് നിനക്കറിയില്ലേ മുത്തേ, പ്രണയമുണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട. സംശയമുണ്ടെങ്കിൽ നിന്റെ ഏട്ടനോട് ചോദിച്ചു നോക്കൂ. ദേവു ചെറുചിരിയോടെ പറഞ്ഞു കഴിഞ്ഞാണ് എന്താ പറഞ്ഞതെന്ന് ഓർത്തത്. മുന്നിലേക്ക് നോക്കിയപ്പോൾ ആദി കണ്ണു നിറച്ചു നിൽപ്പുണ്ട്. ദേവു ഞെട്ടിക്കൊണ്ട് ആദിയുടെ കയ്യിൽ പിടിച്ചു. പക്ഷേ ആദി ദേഷ്യത്തിൽ അവളുടെ കൈ തട്ടി മാറ്റി. ആദി, ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ നന്ദേട്ടനാണ് പറഞ്ഞത് ഇപ്പോ വേണ്ട, പഠിത്തം കഴിയട്ടെ എന്ന്. അതാ ഞാൻ. മിണ്ടരുത്. നീ അവനും കൂടെ എന്നെ മണ്ടിയാക്കിയല്ലേ? ഞാനെന്നും വീട്ടിൽ പോയി പറയുന്നത് കല്ലു എന്റെ നാത്തൂനാണെന്നാണ്. നിനക്കും അതറിയാം. അപ്പോൾ പോലും ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ല അല്ലേ? ആദി കരയുകയാണോ ദേഷ്യപ്പെടുകയാണോ എന്നറിയില്ല. അങ്ങനെയായിരുന്നു അവളുടെ ഭാവം. ആദി, ഞാനൊന്ന് വേണ്ട, ഇനി നീ എന്റെ അടുത്തേക്ക് വരരുത്. നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട. അത്രയും പറഞ്ഞ് കണ്ണു തുടച്ച് ആദി ക്ലാസ്സിലേക്ക് പോയി. ദേവു കല്ലുവിനെ നോക്കി. അവൾ ഇപ്പോഴും സൂര്യയോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ദേവു അവരെ ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിലേക്ക് പോയി. ആദി ഡെസ്കിൽ തലചായ്ച്ച് കിടപ്പുണ്ട്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇത്രയും നാൾ ഒരു കോമാളിയെപ്പോലെ താൻ അവരുടെ മുന്നിൽ. ഇനി കല്ലുവും തന്നെ ഇവരുടെ കൂടെ നിന്ന് ചതിച്ചതാണോ? ആദിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നുപോയി. അപ്പോഴാണ് ദേവു അവളുടെ അടുത്തേക്ക് വന്നിരുന്നത്. ആദി, ഞാൻ പറയുന്നത് നീ സമാധാനമായിട്ട് കേൾക്ക്. ദേവു അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നും കേൾക്കേണ്ട. നീ എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ ഇരിക്കോ? ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആദി പറഞ്ഞ അതുപോലെ ചെയ്യും. അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അവളോട് സംസാരിച്ച് പ്രശ്നം രൂക്ഷമാകും. അവരുടെ കൂട്ടത്തിൽ മുന്നിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം ആദിക്കാണ്. അതുകൊണ്ട് ദേവു ഒന്ന് ഒതുങ്ങി. അവൾ ഓക്കെ ആയിട്ട് സംസാരിക്കാമെന്ന് കരുതി. ഇനി ഞാൻ ക്ലാസ്സിൽ പൊയ്ക്കോട്ടെ ചേട്ടാ? കല്ലു ചെറുചിരിയോടെ ചോദിച്ചു. പൊയ്ക്കോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ആലോചിക്ക്. എന്നിട്ട് തീരുമാനം പറയും. സൂര്യ ചിരിയോടെ പറഞ്ഞു. അതിന് മറുപടി ഞാൻ പറഞ്ഞല്ലോ, കല്ലു പറഞ്ഞു. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. അവൻ അത് പറഞ്ഞു പോയി. കല്ലു ചെറുചിരിയോടെ ക്ലാസ്സിലേക്ക് നടന്നു. ഇതൊക്കെ ഒരാൾ മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ക്രൂരതയുടെ ഇരയെ കിട്ടിയ നിർവൃതിയിൽ നിറഞ്ഞ പുഞ്ചിരി. കല്ലു ക്ലാസ്സിലെത്തുമ്പോൾ ആദി പുറത്തേക്ക് പോയി. അവളോട് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. പക്ഷേ അവൾ ഒന്നും മിണ്ടിയില്ല. ദേവുവിനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ക്ലാസ് ടീച്ചർ വരികയും ചെയ്തു. ലല്ലു ആ കേസിന്റെ കാര്യം മനസ്സിൽ നിന്ന് തന്നെ എടുത്തു മാറ്റി. കാരണം താൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ ആത്മാർത്ഥത കാണിക്കണ്ടെന്ന് അവന് തോന്നി. ലല്ലു കുറച്ചു ദിവസം ലീവ് എടുത്തു എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഒഫീഷ്യൽ ഫോണിലേക്കാണ് കോൾ വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലല്ലു കോൾ എടുത്തു. ഹലോ. ലല്ലു ഗൗരവത്തിൽ സംസാരിച്ചു തുടങ്ങി. ഏട്ടാ. ലല്ലു പെട്ടെന്ന് നമ്പർ നോക്കി. രുക്കു ആയിരുന്നു അത്. അവൻ കോൾ കട്ടാക്കണോ വേണ്ടെന്ന് ആലോചിച്ചു. ഏട്ടാ, കോൾ കട്ടാക്കല്ലേ പ്ലീസ്. എനിക്ക് ഏട്ടനെ കാണണം. എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട്, ഒന്ന് കണ്ടിട്ട്, ആ ശബ്ദമൊന്ന് കേട്ടിട്ട്. ഞങ്ങളോടും ഏട്ടന് വെറുപ്പാണോ? രുക്കുവിന്റെ സങ്കടം നിറഞ്ഞ ശബ്ദം കേട്ടിട്ടും ലല്ലുവിന് എന്തോ പോലെ തോന്നി. ഇത് ഒഫീഷ്യൽ ഫോണാണ്. പേഴ്സണൽ വിഷയം സംസാരിക്കാനുള്ളതല്ല. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ലല്ലു അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കാൻ തുടങ്ങി. ഏട്ടൻ ആ ഫോണിൽ വിളിച്ചാൽ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ വിളിച്ചത്. ഈ ആഴ്ച ഏട്ടൻ വീട്ടിൽ വന്നില്ലെങ്കിൽ പിന്നെ ഏട്ടൻ എന്നെ കാണില്ല. കൂടുതലൊന്നും പറയാതെ രുക്കു കോൾ കട്ടാക്കി. ലല്ലു ഈ പ്രാവശ്യം ഞെട്ടി. ലല്ലു അവന്റെ ഫോണിൽ കിടക്കുന്ന പഴയ ഫോട്ടോസൊക്കെ വെറുതെ ഒന്ന് നോക്കി. ഓരോന്ന് നോക്കുമ്പോൾ അവന്റെ ഉള്ളു പിടയാൻ തുടങ്ങി. അനിയത്തിമാരോടൊപ്പം നിറഞ്ഞ ചിരിയോടെ നിന്ന ലല്ലുവിന്റെ പഴയ ചിത്രങ്ങൾ. ഇല്ല, തന്നിൽ നിന്ന് ആ ചിരിയില്ല. വെറുതെ പോലും തന്റെ ചുണ്ടിൽ അങ്ങനെ ഒരു പുഞ്ചിരി തെളിഞ്ഞു വരാറില്ല. ലല്ലു രുക്കുവിനെ വിളിച്ച് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്താ രുക്കു, എന്തിനാ നീ കരയുന്നേ? ആരെയോ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് കരഞ്ഞുകൊണ്ട് കയറി വരുന്ന രുക്കുവിനെ കണ്ടു മാലു ചോദിച്ചു. ഏട്ടൻ എന്താടി ഇങ്ങനെ? ഞാനോ നിങ്ങളോ അറിഞ്ഞുകൊണ്ടാണോ ഏട്ടത്തിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? അന്ന് കൂട്ടുകിടക്കാൻ പോയിട്ട് നിർബന്ധിച്ചല്ലേ എന്നെ പറഞ്ഞു വിട്ടത്. ഇനി ആ ദേഷ്യമാണോ ഏട്ടൻ എന്നോട്? രുക്കു കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും ബാക്കി രണ്ടും കൂടെ കരയാനുള്ള തയ്യാറെടുപ്പിലായി കണ്ണു നിറയ്ക്കാൻ തുടങ്ങി. ഏട്ടന് ഏട്ടത്തി എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ആ ഏട്ടത്തിയുടെ വേർപാട് ഏട്ടൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനിനിയും സമയം വേണമായിരിക്കും, മാളു പറഞ്ഞു. ഏട്ടൻ അക്സെപ്റ്റ് ചെയ്തു വരുമ്പോൾ ഏട്ടൻ ഇഷ്ടമായതൊക്കെ നഷ്ടമാകും. രുക്കു എന്തോ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. അപ്പോഴേക്കും ലല്ലുവിന്റെ കോൾ രുക്കുവിന്റെ ഫോണിലേക്ക് വന്നു. 3 പേരും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും കോൾ എടുത്തു. വീഡിയോ കോൾ ആയിരുന്നു അത്. കണ്ണു നിറച്ച് തന്നെ നോക്കുന്ന പെങ്ങന്മാരെ കണ്ട് അവന്റെ കണ്ണു നിറഞ്ഞു. രുക്കു, മാളു, മാലു 3 പേരും അവന്റെ വിളികേട്ട് നോക്കി. അവന്റെ ആ കോലം അവരെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഏട്ടൻ എന്താ ഞങ്ങളെയും വേണ്ടെന്നായോ? മാലു ചോദിച്ചു.
എനിക്ക് നിങ്ങളെയൊക്കെ വേണം മോളെ. പക്ഷേ ആ വീട്ടിൽ വരുമ്പോൾ എനിക്ക് തനുവും ഒത്തുണ്ടായ നല്ല നിമിഷങ്ങൾ മനസ്സിൽ നിറയും. ചിലപ്പോൾ ഞാനൊരു ഭ്രാന്തനായി പോകും. ലല്ലു അവന്റെ അവസ്ഥ പറഞ്ഞു. ഏട്ടത്തി മാത്രമേ പോയിട്ടുള്ളൂ. ഞങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഏട്ടൻ പോയ ശേഷം ഞങ്ങൾ ആരും വല്യച്ഛനോട് മിണ്ടിയിട്ടില്ല. എന്തിന്? പരസ്പരം ഞങ്ങൾ തന്നെ സംസാരിക്കുന്നത് കുറവാണ്. ആ ഞങ്ങളെ ഇനിയും വേദനിപ്പിക്കണോ ഏട്ടാ? മാള് ചോദിച്ചു. ലല്ലു ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് ശ്രാവൺ കയറി വന്നു. മോളെ പിന്നെ വിളിക്കാം, ഞാൻ ഓഫീസിലാണ്. ലല്ലു പെട്ടെന്ന് കോൾ കട്ടാക്കി. അവനെ ഒന്ന് കാണാൻ, കുറച്ച് സംസാരിക്കാൻ പറ്റിയ സന്തോഷമുണ്ടായിരുന്നു അവര്. ഇരിക്കടോ. എന്താ വീണ്ടും ഒരു വിസിറ്റിംഗ്? ലല്ലു കോൾ കട്ടാക്കിയിട്ട് ചോദിച്ചു. സാർ, വീണ്ടും ഒരു ബോഡി കിട്ടി. പാലസ് ഹോട്ടലിന് പിറകിൽ ആളഴിഞ്ഞ കാട്ടിൽ നിന്ന്. ബോഡി 2 ദിവസം പഴക്കമുണ്ട്. നേരത്തെ കൊല ചെയ്ത സെയിം മെത്തേഡ്. ലല്ലു ദേഷ്യത്തിൽ ചാടി എണീറ്റു. ഈ കേസ് ഞാൻ നോക്കില്ല. മുകളിൽ നിന്നുള്ള ഓർഡറൊക്കെ കിട്ടട്ടെ, എന്നിട്ട് നോക്കാം. ഏവനോ ഒരുത്തൻ കൊല്ലുന്നു, മുകളിൽ നിന്ന് കേസ് ക്ലോസ് ചെയ്യാൻ പറയുന്നു. പാവയെ പോലെ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞു എണീറ്റ് പോയി. ലല്ലു പുറത്തേക്ക് ചെന്ന് നിന്ന് സിഗരറ്റ് എടുത്ത് ആഞ്ഞു വലിക്കാൻ തുടങ്ങി. ശ്രാവൺ അവന്റെ അടുത്തേക്ക് പോയി നിന്നു. സാർ. ലല്ലു ഒന്ന് അമർത്തി മോളി. സെയിം പാറ്റേൺ ആണ് കൊല നടത്തിയിട്ടുള്ളത്. ഇതൊരു സീരിയൽ കില്ലർ ആകുമോ? ശ്രാവൺ ചോദിച്ചു. ആകാം, ആകാതെയും ഇരിക്കാം, അലസമായി പറഞ്ഞു ലല്ലു. സാർ പ്ലീസ്. സാർ ഇതിൽ ഇടപെട്ടേ പറ്റൂ. അവന്റെ അലസത കണ്ടു ശ്രാവൺ പറഞ്ഞു. എന്തിന്? ചത്തത് എന്റെ ആരുമല്ല, കൊന്നത് എനിക്ക് വേണ്ടപ്പെട്ടവനുമല്ല. പിന്നെ എനിക്ക് ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യം എന്താ? താൻ തന്റെ കാര്യം നോക്കടോ. മുകളിൽ നിന്ന് ഇന്ന് വിളി വരും, കേസ് പെട്ടെന്ന് അന്വേഷിക്കാൻ. നമ്മൾ കൊലയാളിയിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ അടുത്ത വിളി വരും, കേസ് ക്ലോസ് ചെയ്യാൻ. തൽക്കാലം ഞാൻ ഈ കേസിന്റെ പിറകെ ഇല്ല. ഞാൻ ലീവ് എടുത്തു 2 ആഴ്ച ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവുക. ലല്ലു ദേഷ്യത്തിലും പുച്ഛത്തിലും പറഞ്ഞു കയറിപ്പോയി. ശ്രാവണിന് അറിയാം അന്നത്തെ കേസ് ക്ലോസ് ചെയ്തത് ലല്ലുവിന് ഒട്ടും ഇഷ്ടമായില്ലെന്ന്. ഇനി അവന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലെന്നും അറിയാം. ശ്രാവൺ നേരെ ബോഡി കിട്ടിയ സ്പോട്ടിലേക്ക് പോയി. ലല്ലു എങ്ങോട്ടോ പോകാൻ തുടങ്ങിയപ്പോഴാണ് DGPയുടെ കോൾ വന്നത്. സാർ. കോൾ എടുത്തു ലല്ലു. താൻ അരമണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്തിയിരിക്കണം, ദേഷ്യത്തിൽ പറഞ്ഞു DGP കോൾ കട്ടാക്കി. ലല്ലു പുച്ഛം കലർന്ന ചിരിയോടെ ഫോണുമെടുത്ത് പുറത്തേക്കിറങ്ങി. സുരേഷ്. പുറത്തേക്കിറങ്ങിയതും ആരോടോ ഫോണിൽ സംസാരിച്ച് ചിരിയോടെ നിന്ന ഡ്രൈവറിനെ ലല്ലു വിളിച്ചു. അവന്റെ വിളി കേട്ടതും ഫോൺ പോക്കറ്റിലിട്ട് ഓടി വന്നു കാറിൽ കയറി. സാർ. എങ്ങോട്ട്? DGP ഓഫീസിൽ. അങ്ങേർക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല പോലും, ലല്ലു പുച്ഛത്തിൽ പറഞ്ഞു. സുരേഷ് ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗ്ലാസ്സിലൂടെ ലല്ലുവിനെ ഒന്ന് നോക്കി. അവനൊന്ന് കൂളായെന്ന് തോന്നിയതും സംസാരിച്ചു തുടങ്ങി. സാർ. ഞാൻ 2 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പൊയ്ക്കോട്ടെ? എന്റെ ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. കുഞ്ഞിനെ ഒന്ന് കാണാൻ. അവൻ പേടിയോടെയാണ് സംസാരിച്ചത്. ലല്ലു ഗ്ലാസ്സിലൂടെ അവനെ നോക്കി. താനൊന്ന് വണ്ടി ഒതുക്കിയേ, ശാന്തമായി പറഞ്ഞു. തനിക്ക് 2 ദിവസം നേരെ പോയി ഭാര്യയുടെ ഒപ്പം നിന്നൂടായിരുന്നോടോ? അവർക്ക് ഈ സമയത്ത് ഭർത്താവ് കൂടെ വേണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നും. ലല്ലു ഇങ്ങനെ സുരേഷിനോട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ ഞെട്ടിയിരിപ്പാണ്. ഇല്ല സാർ, ഡേറ്റ് പറഞ്ഞത് ഈ മാസം ലാസ്റ്റ് ആയിരുന്നു. ഇതിപ്പോ 17 ദിവസം നേരത്തെയാണ്. നോർമൽ ഡെലിവറിയാണ്. കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല. അവളും ഓക്കെയാണ്. ലല്ലു ഒന്ന് പുഞ്ചിരിച്ചു. താൻ ഇന്ന് തന്നെ ഒരാഴ്ച ലീവ് എഴുതി കൊടുത്തു പൊയ്ക്കോ. അല്ല, മോൾക്ക് എന്താ പേരിട്ടത്? ലല്ലു ചിരിയോടെ ചോദിച്ചു. മഹാലക്ഷ്മി. ആഹാ, നല്ല പേരാണല്ലോ. അല്ല, എന്നെ ക്ഷണിക്കുന്നില്ലേ കുഞ്ഞിനെ കാണാൻ? ലല്ലു ചോദിച്ചപ്പോൾ സുരേഷ് വല്ലാതെയാ. സാർ ഞാൻ വിളിച്ചാ വരുമോ എന്റെ കുഞ്ഞിനെ കാണാൻ? താൻ വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. കുഞ്ഞിന്റെ 28-ന് ഞാൻ ഉണ്ടാകും. താൻ എന്നോട് പറയോ? ഉറപ്പായിട്ടും പറയും സാർ, സുരേഷ് വല്ലാത്ത സന്തോഷത്തിൽ പറഞ്ഞു. താൻ വണ്ടിയെടുക്ക്, ലല്ലു ചെറുചിരിയോടെ പറഞ്ഞു. DGP ഓഫീസിൽ ലല്ലു എത്തുമ്പോൾ അവിടെ ബാക്കി ഉദ്യോഗസ്ഥരുമുണ്ട്. അവൻ അവരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നു. അപ്പോഴേക്കും DGP രാംസുന്ദർ പുറത്തേക്ക് വന്നു. ലല്ലുവിനെ കണ്ട് അവനെ സൂക്ഷിച്ച് ഒന്ന് നോക്കി. എല്ലാവരും മീറ്റിംഗ് ഹാളിലേക്ക് വരൂ. അത്രയും പറഞ്ഞ് അയാൾ മുന്നേയും പിന്നാലെ മറ്റുള്ളവരും കയറി. എന്താണ് എല്ലാവർക്കും ഈ അടുത്തടുത്തുണ്ടായ 3 കേസുകളെക്കുറിച്ച് പറയാനുള്ളത്? അയാൾ ഗൗരവം ഒട്ടും വിടാതെ ചോദിച്ചു. സാർ, പ്രാഥമിക നിഗമനത്തിൽ ഇതൊരു സീരിയൽ ക്രൈം ആകാനാണ് സാധ്യത, ശ്രാവൺ പറഞ്ഞു. ഓ, സാധ്യത ഉറപ്പില്ല. ഇനി അസിസ്റ്റന്റ് കമ്മീഷണർ ത്രിലോക് സാർ ഒന്ന് പറഞ്ഞാലും. എന്താ തന്റെ കണ്ടെത്തൽ? വാക്കുകളിൽ നിറഞ്ഞ പരിഹാസം ലല്ലുവിനെ ചൊടിപ്പിച്ചു. എന്റെ കണ്ടെത്തൽ തുടങ്ങിയിട്ടില്ല, അലസമായി പറഞ്ഞു. പിന്നെ താനൊക്കെ എന്തെടുക്കാനാ ഈ യൂണിഫോമും തൊപ്പിയും വെച്ച് നടക്കുന്നേ? ഒരു ക്രൈമുണ്ടായ അതിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും അറിയണ്ടേ? അയാൾ ദേഷ്യത്തിൽ ചോദിച്ചു. അറിഞ്ഞില്ലെങ്കിൽ? ലല്ലു ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. എന്താടോ? തന്റെ ഓഫീസിലെ ഗുണ്ടായിസമാണോ താൻ എന്നോട് കാണിക്കാൻ പോകുന്നത്? അതെ, അത് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്.
താനൊക്കെ സ്റ്റാറിന്റെ എണ്ണവും എക്സ്പീരിയൻസും ഉള്ളതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ മുകളിലായിരിക്കും എന്ന് വെച്ച് തന്റെയൊക്കെ അടിമപ്പണി ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല, ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞു. താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ബോധം വേണം, റാം പറഞ്ഞു. അറിയാടോ, അപ്പ കാണുന്നവനെയൊക്കെ കയറി അപ്പാന്ന് വിളിക്കാൻ മടിയില്ലാത്ത വല്ലവനും 10 തൊട്ട് തന്നെ അവന്റെയൊക്കെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന തന്നെ പോലെയുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ മതി, ലല്ലു ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. താൻ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്, ഇരിക്കടോ അവിടെ, റാം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഞാനിരിക്കും. താൻ എന്താടോ പറഞ്ഞത്? ഈ കേസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വേണമല്ലേ? തന്റെ മുന്നിൽ ഞാൻ അയച്ചു തന്ന റിപ്പോർട്ട് മാറ്റി എഴുതിച്ചത് ആർക്കു വേണ്ടിയാടോ? ഇപ്പോ മീഡിയ വീണ്ടും പ്രശ്നം ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ കുറ്റക്കാർ. തൽക്കാലം ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് സൗകര്യമില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്യും, ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇതിനെതിരെ ഞാൻ ആക്ഷൻ എടുക്കും, റാം പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. താൻ എന്ത് ആക്ഷൻ എടുക്കും? സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ. അതല്ലാതെ തൂക്കിക്കൊല്ലാൻ വകുപ്പില്ലല്ലോ. പിന്നെ തന്റെയൊക്കെ മുന്നിൽ വാലാട്ടി നിൽക്കുന്നതിനും ഭേദം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നത് തന്നെയാണ്. അതിലും ഒരു അന്തസ്സുണ്ട്. പിന്നെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാതെ തനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാ ചെയ്യും, ഉച്ചത്തിൽ അത്രയും പറഞ്ഞു ലല്ലു ഇറങ്ങി. ശ്രാവൺ ചിരി കടിച്ചു പിടിച്ചിരുന്നു. ബാക്കി ഉദ്യോഗസ്ഥർ റാമിനെ നോക്കി. റാമാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. സാർ കലക്കി കേട്ടോ, സുരേഷ് പറഞ്ഞു. ലല്ലു ഒന്ന് നോക്കി ചിരിക്കുക മാത്രം ചെയ്തു.